റസൂലി. ഒരാൾ അവനെ റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിൽ അവന് കാണാൻ കഴിഞ്ഞില്ല. വലം യറ വിലായത്ത റസൂലി ഫീ ജമീഅ വലം യറ വിലായത്ത റസൂലി വലം യറ വിലായത്ത റസൂലി ഫീ ജമീഇൽ അഹ്വാൽ. ഏത് സന്ദർഭത്തിലും എങ്ങനെയും അവനെ കൈകാര്യം ചെയ്യാൻ നബിക്ക് അധികാരമുണ്ട് എന്നവന് മനസ്സിലായില്ലെങ്കിൽ ലം യദുഖ്, അവൻ രുചിക്കുകയില്ല ഹലാവത്ത സുന്നത്തിഹി, നബിയുടെ സുന്നത്തിൻ്റെ ഹലാവ, അതിൻ്റെ മാധുര്യത്തെ അനുഭവിക്കാൻ അവന് പിന്നെ കഴിയില്ല. അതിനാദ്യം നമ്മളെ മനസ്സ് വിൽക്കണം. അവർക്ക് എൻ്റെതല്ല, ഞാൻ ആരെ മുതലാണ്? സുൽത്താന മുതലാണ്, സുൽത്താന മുതലാണ്, ഞാൻ മുത്ത റസൂലുള്ളാഹിന്റെ മുതലാണ്, ഞാൻ എൻ്റെ അല്ല, എൻ്റെ റസൂലുള്ളാഹിന്റെ ആണ്. അങ്ങനെ മനസ്സിലാക്കണം. അപ്പം അവൻ എന്തിനേക്കാളും വലുതാണ് എന്ത്? റസൂലുള്ളാഹ് എന്തിനേക്കാളും വലുതാണ്. ഞാൻ എന്തിന് എന്ത് എന്നുള്ള ചോദ്യം തന്നെ ഇല്ല. അങ്ങനത്തെ ആളെ ആരാകൂ? മുഅ്മിനാകൂ. അവരോടെ നോമ്പിന് കൽപ്പിച്ചിട്ടേ ഉള്ളൂ. നാട്ടുകാരോട് പോയി നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളോടാ പറഞ്ഞത്. മുഅ്മിനീങ്ങളാണെങ്കിൽ ആരാകും? അവൻ ആരുടെ ഉടമസ്ഥതയിലുള്ള ആളാണ്? റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിലാണ് അവൻ. അവൻ്റെ ഏത് നിലക്കും എങ്ങനെയും കൈകാര്യം ചെയ്യാൻ. എന്താ ഇപ്പം ഈ മൊബൈലിന് ബുദ്ധി ഉണ്ട് വെക്കുക. ഞാനിതെടുത്ത് കൊണ്ടുപോവാണെങ്കിൽ മൊബൈലൊന്നും പറയില്ലല്ലോ, കാരണം ഞാൻ മൂപ്പര മുതലല്ലോ. അതേ സമയത്ത് ബുദ്ധിയുള്ള മൊബൈലിന് ബുദ്ധി ഉണ്ടാവുകയും വേറൊരാൾ കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ പറയില്ലേ, ഉടക്ക് ഞാൻ എൻ്റെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് ചിന്തിക്ക്. ഒരു പരിപാടി കഴിഞ്ഞോക്കെ പെണ്ണുങ്ങളല്ലേ, നമ്മളെ പെണ്ണുങ്ങളെ വന്ന് ഓളെയും കൊണ്ട് പോകണം. അപ്പം അങ്ങനെ മൂടെ കുപ്പായിട്ട് ഇങ്ങനെ നിൽക്കുക പെണ്ണുങ്ങൾ. അപ്പോൾ ഏതോ ഒരുത്തിനെ കണ്ടപ്പോൾ പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഓള് വേഗം അങ്ങോട്ട് മാറുക ചെയ്യാം. ഈ കാക്ക എന്നെ വിളിക്കും. മൂടക്കുപ്പായം മറ്റൊക്കെ കണ്ടപ്പോൾ നമ്മളെ പെണ്ണുങ്ങളെ തോന്നിപ്പോയി, ഇച്ച് പോരല്ലേ വെച്ച്. അപ്പോൾ ഓൾ അവിടുന്ന് പാഞ്ഞ്. എന്തുകൊണ്ട്? ഓൾക്കറിയാം എന്ത് ഞാൻ ഇയാളെന്നല്ല. ഇയാളുതാണെങ്കിൽ പിന്നെ ഓളാ നട്ടം ആ കണ്ണു നോക്കി നിൽക്കില്ല. നിന്നാ പിന്നെ ഓളൊന്നിനോട് പറ്റൂല. മനസ്സിലാണ്ട് പറഞ്ഞ. അപ്പം നമ്മൾ നബിയുടേതാണ്. നമ്മളെ എടുക്കാനും വെക്കാനും അധികാരം ആർക്കാണ്? നബിക്കാണ്. നോമ്പ് വെൽക്കണമെന്ന് നോമ്പ് വെൽക്കണ്ട. ഇതേ നബി പിറ്റേ ഒരു ദിവസം സ്വഹാബികളെ കൊണ്ട് നട്ടുച്ചക്ക് വെള്ളം കുടിപ്പിച്ചു. ആരും പറഞ്ഞില്ല. നൂറുസ്കാരം കഴിഞ്ഞു, റമളാൻ മാസം നൂറുസ്കാരം കഴിഞ്ഞു, വെള്ളം കൊണ്ടിരുന്നു. ഫശരിബൽ വെള്ളം കുടിച്ചു. സിദ്ദീഖിനോടുത്തു. എന്നാ സിദ്ദീഖ് പറഞ്ഞോ, ഇന്ന് നോമ്പാണ്, നിങ്ങൾക്ക് കുതിര വിടാൻ. ഞങ്ങളതിനില്ല. നിങ്ങൾ കണ്ട പോലെ നിങ്ങൾ അള്ളൊക്കെ വേറൊരു മൂപ്പ. ഞങ്ങൾക്ക് സാധുക്കൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നോമ്പ് എടുക്കാതെ അങ്ങനെ പറഞ്ഞു. സിദ്ദീഖ് കളകള വെള്ളം കുടിച്ചു. അപ്പോൾ ഹത്ത കൊടുത്തു, കുടിച്ച് ഒക്കെ കുടിച്ചു. നഞ്ഞ് പോകാറും വെള്ളം കുടിച്ചു. ഇപ്പം എൻ്റെ ദിവസം റമളാൻ മാസം നോമ്പ് നട്ടുച്ച നേരം വെള്ളം കുടിച്ചു. എണീറ്റ് ഒട്ടകപ്പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ആരോ ഹബീബാ നബിയോട് ഒന്നും പറഞ്ഞു. കുറച്ച് ആളുകൾ വെള്ളം കുടിച്ചിട്ടില്ല. അവർ ദോഷികളാണ്. പാരദോഷിയത് നോമ്പൂറ്റൂര്. നട്ടുച്ച നേരത്ത് ഇവരൊക്കെ വെള്ളം കുടിച്ചിട്ടും വെള്ളം കുടിക്കാതെ നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ടവരെ പറ്റി എന്താ പറഞ്ഞ്? ഓഹുൽ ആസൂൻ, അവർ ദോഷികളാണ്. എന്ത്? അവൻ്റെ ഉടമക്കാരൻ ഞാനാണ്. ഞാൻ പറഞ്ഞു ചെയ്യണം. ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ ഞാൻ കുടിക്കണം. ഞാൻ കുടിക്കണ്ട പറഞ്ഞാൽ കുടിക്കണ്ട. അല്ല, നോമ്പല്ലേ, മകരി ബാങ്കല്ലേ, ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, ഇപ്പൊ ദൂരല്ലേ, ആ ജാതി ഭർത്താൻ എന്നോട് പറയരുത്. എങ്ങനെയുണ്ട്? അതറിയാതെ ചെയ്തോണ്ടോ? അറിഞ്ഞോണ്ട് കരുതി കുട്ടി നബിക്കെതിരാക്കുകയാണെങ്കിലോ അപ്പൊ കഫറോ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. കാരണം എന്ത് നോമ്പ് ചങ്ങായി, നബിയല്ലേ പ്രധാനം. നബി പറഞ്ഞ നോമ്പെടുത്തു. നബിയാണ് പ്രധാനം. നബിൻ്റെ മെരഞ്ഞൊന്നുമില്ല, ഒന്നുമില്ല. എല്ലാം 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 ഒരു ചിന്തിക്കുക.
ഒരുത്തന് അവൻ്റെ പെണ്ണുങ്ങളെ കണ്ണിൻ്റെ കണ്ടൂട, പെണ്ണുങ്ങളോട് യാതൊരു ഇഷ്ടവുമില്ല. അങ്ങനെയാണ് എന്ത്, ഓളെ ബാപ്പ മരിച്ച് നോക്കുമ്പോൾ കുറേ തെങ്ങും തോട്ടം കിട്ടി, കുറേ വാഴത്തോട്ടം കിട്ടി, കുറേ കവുങ്ങും തോട്ടം, പിന്നെ റോട്ട് മുക്കത്ത് പീടിയം മുറിയും അയിമത്തന്നെ കെട്ടുമറിൻ്റെ ആവും പകലും. അവിടുന്ന് അവനോട് പോരില്ല. ഓനെപ്പറ്റി നമുക്ക് നല്ലത് എന്താ പറയുക, പെണ്ണുങ്ങളെ തിരിഞ്ഞു നോക്കൂല. ഓള് തെക്കെന്ന് പറഞ്ഞാൽ ഒമ്പടക്കെന്നേ അറിയുള്ളൂ. ഓളെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് നേരെ വെളുക്കുമ്പോഴത്തിന് പിടിക്കൊണ്ട്. കാരണം ഓളെപ്പറ്റിയുള്ള പുരാതിയല്ല ഒന്നും പറയില്ല. ഓളൊരു ചായൻ്റെ വെള്ളം കൊടുത്താൽ മര്യാദക്ക് സന്തോഷത്തിൽ മുറുക്ക് കുടിക്കൂലോ. പട്ടിണി പറഞ്ഞാൽ മല്ല ഓളുണ്ടാക്കിയ ചോറ് നിന്ന് കിടന്നുറങ്ങൂല, ഓളെ വിരിപ്പ് കിടക്കൂല. എനിക്ക് ചൂടാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വല്ല കോതടി പുറത്തിട്ടാണ് നിലത്തിടക്കുള്ളൂ. ഇങ്ങനത്തെ ഒരുത്തനാണോ? അപ്പോഴാണ് ഓളെ ബാപ്പാൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ചത്. ഓളെ ബാപ്പാൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ചതോടുകൂടെ മുതലോരി വെച്ച് എമ്പാടുണ്ട്. തെങ്ങും തോട്ടം 4 എണ്ണം, കവുങ്ങും തോട്ടം 3 എണ്ണം, റോട്ട് മക്കത്ത് സ്ഥലം വേറെ, പീടിയ മുറി, അല്ല ദിവസം 500-1000 ഉറുപ്പ്യൊക്കെ വാടകയുള്ള റൂമുകൾ, എല്ലാം. പിന്നെ ഓന് പൊരയ്ക്ക് വരാൻ നേരമല്ല. അവിടെ തേങ്ങ വലിപ്പിക്കണേ, ഇവിടെ കവുന്ന് തോട്ടൊക്കെ പായണേ, ഇവിടെ പിന്നെ അണ്ടി പൊറുക്കണേ, ഇവിടെ പിന്നെ വാടക കൃത്യാക്കാൻ നോക്കണേ. അങ്ങനെ പോയി തന്നെ. ഇവളോടോ ഒരു സ്നേഹമില്ല. അതല്ലേ എങ്ങനെ എൻ്റെ നോമ്പിനും പോയന്, തറാവിനും പോയന്. നബി എനിക്കൊരു കുന്തമല്ല. അവിടെയാണ്